പലപ്പോഴും ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുടെ കൗൺസിലിംഗ് വർക്ക്ഷോപ്സ് ഞാൻ ചെയ്യുമ്പോൾ വളരെ പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തികളെ ഞാൻ കാണാറുണ്ട്. നല്ല ഇന്റർപേഴ്സണൽ സ്കില്ലായിരിക്കും, നല്ല കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ആയിരിക്കും, അതിന്റെ വേണ്ട നോളജ് ഉണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട്. ബട്ട് അവർ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫാക്ടർ വൈഫ് സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു മെന്റൽ സപ്പോർട്ട് ആയിരിക്കും അവർ പക്ഷെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ സ്റ്റക്കായി നിൽക്കുന്നവരെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട്. എന്താണ് സാർ അവരോട് സാറിന് പറയാനുള്ളത്? എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു മേഖലയെ കുറിച്ചാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആക്ച്വലി നമ്മുടെ ഒരു ബിസിനസ് കൾച്ചറിൽ ഈ ഫാമിലി സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സപ്പോർട്ട് വളരെ കുറവാണ്. ലൈക്ക് പത്രങ്ങളുടെ സപ്പോർട്ട്, സ്വകാര്യ സ്ഥാപനം എന്നാണ് അവർ എഴുതാറുള്ളത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, സ്വന്തക്കാരുടെ സപ്പോർട്ട്, കുടുംബത്തിനകത്തുള്ളവർ. ഇപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഒരു ജോലിക്ക് പോകണം, ഒരു സ്ഥാനമാനത്തിന് പോകണം, നല്ല ജോലിക്ക് പോകണം, നല്ല കല്യാണം നടക്കണം, ഇത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറകിലുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ളൊരു കൾച്ചറാണ് നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് സർക്കാരിന്റെ കൊളോണിയൽ സംസ്കാരത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ജോലിയുള്ള ആൾ വലിയ ആളാണെന്ന് ട്രഡീഷണൽ ആയിട്ടൊരു മൈൻഡ് നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇന്ന് സർക്കാർ ജോലികൾ വളരെ ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു LD ക്ലർക്കിന്റെ ഒരു എക്സാം ഒക്കെ വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 15 ലക്ഷം പേര്, ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം പേരാണ് എഴുതുന്നത്. ആ 15 ലക്ഷം പേര് എഴുതുമ്പോൾ അതിനകത്തുനിന്ന് നമുക്കൊരു ആദ്യത്തെ 2000-3000 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി 10th SSLCക്ക് നമ്മൾ റാങ്ക് വാങ്ങിക്കുന്ന കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്നത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, രാവിലെ മുതലുള്ള സമയം മുതൽ നമ്മുടെ ഓഫീസിലിരിക്കുന്നു. പിന്നെ നമ്മുടെ ലൈഫ് ഏതാണ്ട് അങ്ങ് ഡിസൈഡ് ചെയ്ത് 10-30 വർഷത്തേക്കുള്ള ലൈഫ് നമ്മൾ ഡിസൈഡ് ചെയ്ത് അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ഒരു പരിധി വിട്ട് നമ്മൾ പിന്നെ ഒരിക്കലും പോകുന്നില്ല. അപ്പോൾ ഒരു ചട്ടക്കൂട്ടി കയറി എന്നുള്ളതാണ്. പക്ഷെങ്കിൽ നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ ലോകം മുഴുവനും പരന്നു കിടക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അവസരങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ മറ്റിപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൊറിയയിൽ എടുക്കുകയോ അല്ലെങ്കിൽ വിയറ്റ്നാമിൽ എടുക്കുകയോ അല്ലെങ്കിൽ സിംഗപ്പൂരോ മലേഷ്യയിലൊക്കെ എടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും ഒരു ബിസിനസ് ആണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി. യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസും അവർ കാണുന്നത് എങ്ങനെ ഒരു നല്ല ബിസിനസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ മുംബൈയിലെ ഡൽഹിയിലൊക്കെ നടക്കുന്ന ഫംഗ്ഷനകത്ത് വളരെ പ്രൗഡായിട്ടാണ് ആൾക്കാർ പറയുന്നത് ഐ ആം ഫ്രം എ ബിസിനസ് ഫാമിലി. അപ്പോൾ അത് തന്നെ ഒരു വലിയ മീനിങ് ഫുൾ ആയിട്ടുള്ള ഐ ആം ഫ്രം എ ബിസിനസ് ഫാമിലി എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഇതായിട്ടാണ്. പക്ഷേ കേരളത്തിൽ നമുക്ക് ഈ വളരെ കുറവാണ് ഈ ഒരു സംഭവം വരുന്നത്. പിന്നെ അതിന്റെ പുറകെ അപ്പൊ എന്തുകൊണ്ടാണ് ഫാമിലി സപ്പോർട്ട്? ഇപ്പൊ സ്ത്രീകളുടെ വിചാരവും ബിസിനസ് ഭയങ്കര റിസ്കിയാണ്, ബിസിനസിനെ കഴിഞ്ഞ് നല്ലത് എപ്പോഴും ഉദ്യോഗമാണ്, ഉദ്യോഗത്തിന്റെ ഒരു അംഗീകാരവും സ്വന്തക്കാരുടെ ഇടയ്ക്കുള്ള ഇതുമൊക്കെ ആയിട്ട്. അപ്പം കമ്മ്യൂണിറ്റി മുഴുവനും ഈ ഉദ്യോഗത്തെ പൊക്കിപ്പറയുന്ന, ഉദ്യോഗത്തിന്റെ സാധ്യത വാഴ്ത്തുന്ന ഒരു ട്രഡീഷന്റെ മനസ്സിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് പലപ്പോഴും ഫാമിലി മെമ്പേഴ്സ് വരാറുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ, പ്രധാനമായിട്ടും ബിസിനസ് തുടങ്ങുമ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഡ്രൈവിംഗ് പഠിക്കാതെ ഒരാൾ ഡ്രൈവറാകാൻ നോക്കുകയാണ്, നീന്തൽ പഠിക്കാതെ നീന്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ പരാജയം വരാം. അപ്പൊ ആദ്യം കുറെ പൈസ നഷ്ടപ്പെടുകയോട് ചെയ്യുന്നതോടുകൂടി വീട്ടുകാരെ സംബന്ധിച്ച് ടോട്ടലി എഗനിസ്റ്റ് ആയി പോകും. ഇതൊക്കെ ഉപരിയായിട്ട് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു സംഭവം, വളരെ അപൂർവം ഫാമിലിയിൽ മാത്രമേ ഭാര്യ ഒരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അവരെപ്പോഴും ഒരു ജോലിക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ സക്സസ്ഫുൾ ആകുമോ എന്നൊരു ആങ്സൈറ്റിയോടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എനിക്കതിന് സജഷനായിട്ട് പറയാനുള്ളത്, ഭാര്യ ഭർത്താവും കൂടെ ഈ കുറച്ചുകൂടെ ചർച്ചകൾ വെക്കേണ്ടിയിരിക്കുന്നു. ബിസിനസിന്റെ അനന്തമായ സാധ്യത, കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് കിടന്ന് മാത്രം വളർന്നിട്ടുള്ളതായിരിക്കും കൂടുതലും. അപ്പൊ ആ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരമോ ഇല്ലെങ്കിൽ കൊച്ചിയോ മൂവാറ്റുപുഴയോ മലപ്പുറമോ കണ്ണൂരോ കാസർഗോഡോ ഒരു പർട്ടിക്കുലർ മേഖല മാത്രമായിരിക്കും അവർക്ക് അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡേ ഉണ്ടായിട്ടുള്ളൂ, വളരെ ചെറിയൊരു മൈൻഡ് മാത്രമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവരല്ല ബെസ്റ്റ് അഡ്വൈസ് തരാനായിട്ട് പറ്റിയിട്ടുള്ളത്. പക്ഷെ അവരെ സ്റ്റിൽ അവരെ ഒന്നിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പല പ്രാവശ്യങ്ങളായിട്ട് ബിസിനസിന്റെ അനന്തമായ സാധ്യതയുടെ ഐഡിയാസിനെ കുറിച്ച് പറഞ്ഞ് വൈഫിനെ കൂടെ ത്രില്ലാക്കി കഴിഞ്ഞാൽ വൈഫ് കൂടെ നിൽക്കും. അപ്പൊ പേരൻസിന്റെ അടുത്ത് നമ്മളൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഏറ്റവും പാട് പിടിച്ച ബിസിനസ് നമ്മൾ ആദ്യമേ തുടങ്ങുന്നതിന് പകരം നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് വിജയിപ്പിക്കാൻ പറ്റും നമ്മുടെ പാഷനായിട്ടുള്ള ഒരു ബിസിനസ് വിജയിച്ച്
അതിൽ കൂടെ വിജയിച്ച് കണ്ടു കഴിയുമ്പോൾ വീട്ടുകാർക്ക് ഒരു തോന്നൽ വരും, ഇയാൾ വിജയിക്കും എന്നൊരു തോന്നൽ വരും. പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് എപ്പോഴും വേണ്ട ഘടകങ്ങൾ, ഒരു സ്ത്രീയെ പുരുഷനിലേക്ക് എപ്പോഴും ബന്ധിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ ചങ്ങല എന്ന് പറഞ്ഞാൽ അവൻ്റെ കെയറാണ്. അപ്പോൾ ഒരു പ്രത്യേക പരിഗണനയും ലാളനയും എല്ലാ സ്ത്രീയും മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പാവപ്പെട്ടവൻ പലപ്പോഴും ഈ ഒരു പ്രത്യേകമായിട്ട് കെയർ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊരു 15 മിനിറ്റെങ്കിലും ഭാര്യയോട് സംസാരിക്കാനായിട്ട് അത്യാവശ്യം ഇമോഷണൽ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ മാത്രം മിക്കവാറും ചെറുപ്പക്കാർ കാണുന്നുള്ളൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ, ഇതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് എങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറും. അപ്പൊ അവർക്ക് പ്രത്യേകമായിട്ടൊരു കെയർ കൊടുക്കുക. അതുപോലെ തന്നെ ഭർത്താവിന് എന്താ വേണ്ടെന്ന് ഭാര്യയ്ക്കും അറിയത്തില്ല. അപ്പൊ ഭാര്യ തീർച്ചയായിട്ടും ഭർത്താവ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് അതിന്റെ ഓരോ പടിപടിയായിട്ട് വീണ്ടും 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 പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പതിയെ ഭാര്യ ലൈഫിലെ നമ്പർ 1 പേഴ്സൺ ആവും. ഏറ്റവും ടോപ്പ് പേഴ്സൺ വൈഫായി മാറും. അപ്പോൾ അത് വൈഫായി മാറണമെന്നുണ്ടെങ്കിൽ വൈഫിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടണം, അപ്പോൾ സപ്പോർട്ട് കിട്ടണം. അപ്പോൾ സപ്പോർട്ടാണോ വലുത് കെയർ ആണോ എന്ന് വെച്ചാൽ ആദ്യം പുരുഷൻ, കാരണം അവൻ ലോകം കുറച്ചുകൂടെ കൂടുതൽ കണ്ടിട്ടുള്ളത്, അവനെ കെയർ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കെയർ കൊടുക്കുമ്പോഴത്തേക്കും ഭാര്യ ഇൻ റിട്ടേൺ അദ്ദേഹത്തിന്റെ ഈ താല്പര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ പലരോട് ആലോചിച്ച് ഒരു ബിസിനസ് എങ്കിലും ചെറുതായിട്ടെങ്കിലും വിജയിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റുള്ള ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് വരും, ഇയാൾ വിജയിക്കും എന്നൊരു 100% കോൺഫിഡൻസ് വരും. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ ചെയ്യുന്നത് ഈ ദ ബില്യണയർ മൈൻഡ് സെറ്റ് എന്ന പ്രോഗ്രാമിനകത്ത് ആദ്യത്തെ ലെവൽ 1 പോലും 4th ഡേ അത്യാവശ്യം കുടുംബത്തിലെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനുള്ള സ്കില്ല് കൊടുത്താൽ വിടുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പ് ശരിയായെങ്കിൽ മാത്രമേ ബിസിനസ് വിജയിക്കത്തുള്ളൂ. ഒരു ബിസിനസ് പൊളിയുന്നതിന് മുമ്പ് ആ ബിസിനസ് നടത്തുന്ന ഓൺട്രപ്രണറുടെ ഏറ്റവും നല്ല കൂട്ടുകാരെല്ലാം അയാളെ വിട്ടുപോകും. കുടുംബത്തിൽ ശിഥിലത ഉണ്ടാവും. അപ്പൊ ഇനി ബിസിനസ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നെങ്കിൽ ശിഥിലത വന്നു കഴിഞ്ഞാൽ പുറകെ ബിസിനസ്സും മോശമാവും. അപ്പൊ ബിസിനസ് വിജയിക്കണമെങ്കിൽ എപ്പോഴും നമുക്കൊരു പോസിറ്റീവായിട്ട് മൈൻഡ് ഉണ്ടായിരിക്കണം, പോസിറ്റീവായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകണം, കഴിവതും ഇന്റിമസിയിൽ ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. വളരെ ഇന്റിമസിയിൽ ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭർത്താവ് ഭാര്യയെ എല്ലാ വിധത്തിലും കെയർ കൊടുത്തോണ്ടിരിക്കും. അല്പം കോമൺ സെൻസ് ഉള്ള ബിസിനസ്സുകാരെല്ലാം അവർ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത് കുടുംബത്തിലൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുടുംബത്തിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ പുറകെ ബിസിനസ് അങ്ങ് വിജയിച്ചോളും. അപ്പൊ കുടുംബത്തിലെ റിലേഷൻഷിപ്പ് വളരെ മോശമാണ്. എനിക്ക് തോന്നുന്ന ബാങ്കുകാർക്കും വളരെ ശ്രദ്ധിക്കാം. പല ബാങ്ക് മാനേജേഴ്സിന്റെ അടുത്ത് പറയാറുണ്ട്, ഈ അവരുടെ കുടുംബം തമ്മിൽ വളരെ ചേർച്ചയില്ലെങ്കിൽ ലോണിന്റെ കാര്യത്തിൽ റിസ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഒരു ലോൺ കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ ഈ ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഓൺട്രപ്രണർ അതിന്റെ ഏറ്റവും പ്രധാന ആള് റിലേഷൻഷിപ്പ് മോശമാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി കുറവാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഈ റിലേഷൻഷിപ്പ് നല്ല സൂപ്പറായിട്ട് കൊണ്ടുപോകുന്ന ആള് ബിസിനസ് തനിയെ വിജയിച്ചോളും. അത് ഏറ്റവും വലിയൊരു ക്ലൂ ആണ്. സോ ഒരു ബിഗിനർ എങ്ങനെയാണ് ഈ വൈഫിനെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാർ സജസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഈ ഒരു സപ്പോർട്ട് വേണമെന്ന് സാർ തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഇവരിലേക്ക് പകർന്നു കൊടുക്കുകയാണോ അതോ ഇവരെ സെപ്പറേറ്റ് വർക്ക്ഷോപ്സിൽ കൊണ്ടുപോവാണോ? ഏതായിരിക്കും സാർ സജസ്റ്റ് ചെയ്യുന്നത്? ഇത് രണ്ടും ചെയ്യാം. അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവം ആദ്യം അയാൾ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു ലൈഫ് ലൈൻ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് ഭാര്യയെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നതിന് പകരം ഇദ്ദേഹത്തില് ഭാര്യയോടുള്ള പോസിറ്റീവ് ചേഞ്ചസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് ക്യൂരിയോസിറ്റി വരും. അവർ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി സ്റ്റഫ് ഇല്ലാതെ വരുമ്പോൾ ആ നിമിഷത്തിൽ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നൊരു ബിസിനസ് അങ്ങോട്ട് മ്യൂച്വലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാര്യമായിട്ട്.